അസ്തമയം കഴിഞ്ഞിരുന്നു. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളി ഗ്രാമം ഇരുട്ടിലേക്ക് നിശബ്ദമായി താഴ്ന്നു തുടങ്ങിയിരുന്നു. ഡിസംബറിലെ തണുപ്പ് കായൽക്കരയിൽ ഇഴഞ്ഞു നീങ്ങുന്നുണ്ടായിരുന്നു. 18കാരിയായ അനഘ ട്യൂഷൻ കഴിഞ്ഞ് നടക്കുകയായിരുന്നു. അവൾ ജനൽപ്പാളികൾ ഇല്ലാത്ത ഒരു ചെറിയ ഓടുമേഞ്ഞ വീടിൻ്റെ വരാന്തയിലേക്ക് നോക്കി. അവിടെ അവളുടെ കൂട്ടുകാരി ലതികയുടെ അച്ഛൻ കസേരയിലിരുന്ന് റേഡിയോ കേൾക്കുന്നുണ്ടായിരുന്നു. അനഘ ചിരിച്ചു. അങ്കിളെ, ലതിക ഇന്നെന്താ നേരത്തെ പോന്നത്? റേഡിയോയുടെ ശബ്ദത്തിനിടയിൽ മറുപടി വ്യക്തമായിരുന്നില്ല. മോൾ അകത്തേക്ക് പോന്നോ? ഇവിടെ നല്ല തണുപ്പുണ്ട്. അനഘ തലയാട്ടി. എങ്കിലും എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി. ആ അച്ഛൻ്റെ മുഖത്ത് പതിവുള്ള വാത്സല്യ ചിരി ഇന്ന് കണ്ടില്ല. പകരം പേടിപ്പെടുത്തുന്ന ഒരുതരം ശൂന്യത മാത്രം. അവൾ ലതികയുടെ വീടിൻ്റെ വളവ് തിരിഞ്ഞ് കായൽക്കരയിലേക്ക് നടന്നു. അവിടെയാണ് അവളുടെ വീട്. കായൽക്കാറ്റിൽ ഇളകുന്ന തെങ്ങോലകളുടെ ശബ്ദം. ആ നിമിഷം കായലിൽ എന്തോ ഒന്ന് ഒഴുകി നീങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി. ഒരു വലിയ കറുത്ത തുണി പോലെ. അവൾ പേടിയോടെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. അത് തുണിയായിരുന്നില്ല, അതൊരു മനുഷ്യരൂപമായിരുന്നു. പേടിച്ചരണ്ട അനഘയ്ക്ക് പിന്നിൽ ഒരു നിഴൽ അനങ്ങി. പെട്ടെന്നൊരു കൈ അവളുടെ വാപൊത്തി. ശക്തമായ ഒരു മണ്ണെണ്ണഗന്ധം അവളുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. അടുത്ത നിമിഷം അനഘയുടെ ശരീരം തണുത്തു മരവിച്ചു. അവൾ കായലിലേക്ക് നോക്കി. ഒഴുകി നീങ്ങിയ ആ രൂപം ലതികയുടേതായിരുന്നു. കാഞ്ഞിരപ്പള്ളി ഗ്രാമം പിറ്റേന്ന് രാവിലെ ഞെട്ടിയുണർന്നു. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ലതിക കൊല്ലപ്പെട്ടു. ശരീരം കായലിൽ കണ്ടെത്തി. മൃതദേഹം കരയ്ക്കടുപ്പിക്കുമ്പോൾ പോലീസ് സർജൻ ഡോക്ടർ രഘുനാഥ് സ്ഥലത്തെത്തിയിരുന്നു. ലതികയുടെ കഴുത്തിൽ മുറുകിയ ഒരു കറുത്ത നൈലോൺ കയറിൻ്റെ തുണ്ട് ആഴത്തിൽ മുറിവുണ്ടാക്കിയിരുന്നു. ഇത് കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു. ലതികയുടെ ശരീരത്തിൽ മറ്റു പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഡോക്ടർ രഘുനാഥ് ശ്രദ്ധിച്ചത് മറ്റൊന്നാണ്. അവളുടെ നഖങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചിരുന്ന ചുവന്ന നിറമുള്ള മണ്ണ്. ഇത് സാധാരണ കായൽക്കരയിലെ കറുത്ത ചെളിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. ഈ മണ്ണ് സാധാരണയായി കാണപ്പെടുന്നത് കുന്നിൻ പ്രദേശങ്ങളിലാണ്. പോലീസ് ഉദ്യോഗസ്ഥനായ SI പ്രതാപന് ഇതൊരു സാധാരണ കൊലപാതകമായി തോന്നുന്നില്ല. ലതിക ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അവൾക്ക് ശത്രുക്കളില്ല. പിന്നെ ആരായിരിക്കും ഇത് ചെയ്തത്? പ്രതാപ, ഡോക്ടർ രഘുനാഥ് അദ്ദേഹത്തെ വിളിച്ചു. കൊലപാതകി ആരായാലും വളരെ കരുതലോടെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. തെളിവുകൾ ഒന്നും അവശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ മണ്ണ് നമുക്കൊരു സൂചന നൽകിയേക്കാം. എന്താണത് ഡോക്ടർ? പ്രതാപൻ ചോദിച്ചു. ഈ മണ്ണ്, ഇത് കാഞ്ഞിരപ്പള്ളിയുടെ ഉയർന്ന ഭാഗത്തുള്ള പഴയ ഇഷ്ടിക കളത്തിൽ നിന്നുള്ള മണ്ണാണ്. അവിടുത്തെ കുന്നിടിച്ച മണ്ണാണിത്, ഡോക്ടർ രഘുനാഥ് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. കൊല നടന്നത് കായൽക്കരയിലല്ല, ആ ഇഷ്ടിക കളത്തിനടുത്തുള്ള പ്രദേശത്താവാം. അതുപോലെ ഒരു പ്രധാന സാക്ഷി അപ്രത്യക്ഷമായിരുന്നു, ലതികയുടെ കൂട്ടുകാരിയായ അനഘ. അവൾ ട്യൂഷൻ കഴിഞ്ഞു വരുമ്പോൾ ലതികയുടെ വീട്ടുമുറ്റത്ത് കണ്ട ആ കാഴ്ചയാണ് പോലീസിന് ഇനി കണ്ടുപിടിക്കേണ്ടിയിരുന്നത്. SI പ്രതാപൻ തൻ്റെ ജീപ്പ് പഴയ ഇഷ്ടികക്കളം ലക്ഷ്യമാക്കി ഓടിക്കാൻ നിർദ്ദേശം നൽകി. SI പ്രതാപൻ പഴയ ഇഷ്ടികക്കളത്തിൻ്റെ അടുത്ത് തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഒരു പോലീസുകാരൻ ഒരു സുപ്രധാന വിവരം നൽകി. അനഘയെ കണ്ടെത്തിയിരിക്കുന്നു. അനഘ ലതികയുടെ വീട്ടിലെ ടെറസിലെ സ്റ്റോർ റൂമിൽ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നു. അവളെ കണ്ടെത്തിയ ഉടൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. ഭയന്ന് വിറച്ച അവളെ പ്രതാപൻ ശാന്തമായി ഇരുത്തി ചോദ്യം ചെയ്യാൻ തുടങ്ങി. അനഘേ, പേടിക്കാതെ പറ, നീ തലേന്ന് രാത്രി ലതികയുടെ വീട്ടിൽ വന്നപ്പോൾ എന്താണ് കണ്ടത്? പ്രതാപൻ വളരെ ശ്രദ്ധയോടെ ചോദിച്ചു. അനഘ കരച്ചിലിനിടയിൽ വിറച്ച് മറുപടി പറഞ്ഞു. അങ്കിൾ, ഞാൻ ലതിയുടെ അച്ഛനെ കണ്ടു കസേരയിൽ. പക്ഷേ അങ്കിളിൻ്റെ മുഖം വല്ലാതെയായിരുന്നു. പിന്നെ ഞാൻ കായലിലേക്ക് നോക്കിയപ്പോൾ ലതിയുടെ ശരീരം വെള്ളത്തിൽ ഒഴുകി നീങ്ങുന്നുണ്ടായിരുന്നു. ഈ മൊഴി പ്രതാപനെ കൂടുതൽ ആശയക്കുഴപ്പത്തിലാക്കി. കാരണം ലതിയുടെ അച്ഛൻ ഭാസ്കരൻ പിള്ള 1 മാസം മുൻപ് ഹൃദയാഘാതം വന്ന് മരിച്ചതായിരുന്നു. അനഘേ മോളെ, നീ എന്താണ് പറയുന്നത്? ലതികയുടെ അച്ഛൻ ഭാസ്കരൻ പിള്ള 1 മാസം മുൻപ് മരിച്ചല്ലോ? പ്രതാപൻ സംശയത്തോടെ ചോദിച്ചു. ഇല്ല അങ്കിളെ, ഞാൻ ഉറപ്പായിട്ടും കണ്ടതാണ്.
അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. റേഡിയോ കേൾക്കുന്നുണ്ടായിരുന്നു. അനഘ ഭയന്ന് വിറച്ചു. അനഘയുടെ വാക്കുകൾ ഭ്രാന്തമായ ഒരു തോന്നലാണോ, അതോ കൊലപാതകയുമായി ബന്ധമുള്ള മറ്റാരെങ്കിലുമാണോ ആ സ്ഥാനത്തിരുന്നതെന്ന ചോദ്യം പ്രതാപൻ്റെ മനസ്സിൽ ഉടലെടുത്തു. പ്രതാപൻ അടുത്ത ചോദ്യം ചോദിച്ചു. നീ തിരിഞ്ഞു നടന്നപ്പോൾ ആരെങ്കിലും നിന്റെ വാപ്പൊത്തിയോ? മണ്ണെണ്ണയുടെ മണം വന്നോ? അനഘ തലയാട്ടി. അതെ അങ്കിളെ, പെട്ടെന്നൊരു കൈ എൻ്റെ വാപ്പൊത്തി. മണ്ണെണ്ണയുടെ മണം, ഭയങ്കരമായ മണം. മണ്ണെണ്ണയുടെ മണം. പ്രതാപൻ തൻ്റെ നോട്ട് പുസ്തകം തുറന്നു. മിക്കവാറും ഗ്രാമപ്രദേശങ്ങളിൽ മണ്ണെണ്ണ വിളക്കിന് ഉപയോഗിക്കുന്നത് സാധാരണമാണ്. അതൊരു തെളിവാകാൻ സാധ്യതയില്ല. പക്ഷേ ഭാസ്കരൻ പിള്ളയുടെ പ്രേതം കസേരയിലിരുന്ന് റേഡിയോ കേട്ട അനഘയുടെ മൊഴിയിൽ എന്തോ ഒരു സത്യത്തിൻ്റെ അംശം പ്രതാപന് അനുഭവപ്പെട്ടു. അന്നത്തെ ദിവസം പ്രതാപൻ ഒരു കാര്യം ഉറപ്പിച്ചു. ഈ കൊലപാതകം ചെയ്തയാൾക്ക് ലതികയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ട്. അല്ലെങ്കിൽ ലതികയുടെ വീട്ടിലെ ചില രഹസ്യങ്ങൾ അയാൾക്കറിയാം. അനഘയുടെ മൊഴി പ്രതാപനെ കൂടുതൽ ഇരുട്ടിലാക്കി. ഭാസ്കരൻ പിള്ളയുടെ പ്രേതമാണോ കൊലപാതകി? അതൊരു തമാശയായി തള്ളിക്കളയാൻ പ്രതാപൻ ഒരുക്കമായിരുന്നില്ല. അയാൾ പഴയ ഇഷ്ടികക്കളവും ലതികയുടെ വീടും തമ്മിലുള്ള ബന്ധം കൂടുതൽ പരിശോധിച്ചു. അങ്ങനെയിരിക്കെ ഒരാഴ്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി വീണ്ടും ഞെട്ടി. ഗ്രാമത്തിലെ അറിയപ്പെടുന്ന പണമിടപാടുകാരൻ വർഗീസ് മാത്യുവിനെ കാണാനില്ലെന്ന് പരാതി വന്നു. വർഗീസ് മാത്യുവിൻ്റെ വീടും പരിസരവും പരിശോധിക്കുന്നതിനിടയിൽ സമീപത്തുള്ള വാഴത്തോട്ടത്തിൽ മണ്ണിനടിയിൽ പൂഴ്ത്തിയ നിലയിൽ വർഗീസ് മാത്യുവിൻ്റെ മൃതദേഹം കണ്ടെത്തി. ലതികയുടെ കൊലപാതകവും വർഗീസിൻ്റെ കൊലപാതകവും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രതാപനെ ഞെട്ടിച്ചു. 1. കൊലപാതക രീതി. കഴുത്തിൽ നൈലോൺ കയർ ഉപയോഗിച്ച് ഞെരിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ലതികയുടെ കൊലപാതകത്തിന് സമാനമായ രീതിയിൽ. 2. മണ്ണ്. വർഗീസിൻ്റെ വസ്ത്രങ്ങളിൽ നിന്നും നഖങ്ങളിൽ നിന്നും ചുവന്ന നിറമുള്ള ഇഷ്ടികക്കളത്തിലെ മണ്ണ് കണ്ടെത്തിയിരിക്കുന്നു. 3. മറ്റ് തെളിവുകൾ. വർഗീസിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച നിലയിൽ പഴയൊരു മലയാളം പത്രത്തിൻ്റെ കഷണമാണ് ഉണ്ടായിരുന്നത്. പ്രതാപൻ ആ പത്രക്കടലാസ് സൂക്ഷ്മമായി പരിശോധിച്ചു. അത് വർഗീസ് മാത്യുവിൻ്റെ വീട്ടിൽ കാണാറുള്ള പത്രമല്ലായിരുന്നു. അതൊരു 40 വർഷം പഴക്കമുള്ള പത്രത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതിലെഴുതിയിരുന്ന പ്രധാന വാർത്ത ഇതായിരുന്നു: കാഞ്ഞിരപ്പള്ളിയിലെ പ്രമുഖ കർഷകനായ മാധവൻ നായരെ കാണാനില്ല. പ്രതാപൻ്റെ മനസ്സ് പെട്ടെന്നൊരു സൂചനയിലേക്ക് നീങ്ങി. ഈ കൊലപാതകി പ്രതികാരദാഹിയായ ഒരാളാണ്. ഈ കൊലകൾക്ക് പിന്നിൽ പഴയ എന്തെങ്കിലും രഹസ്യങ്ങളോ ഒത്തുതീർപ്പുകളോ ഉണ്ടാവാം. ലതികയുടെ അച്ഛൻ ഭാസ്കരൻ പിള്ള, വർഗീസ് മാത്യു കാണാതായ മാധവൻ നായർ, ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രതാപൻ വളരെ കൂടുതൽ ഇരുത്തി ചിന്തിച്ചു നോക്കി. പ്രതാപൻ പഴയ റെക്കോർഡുകൾ പരിശോധിക്കാൻ തുടങ്ങി. മാധവൻ നായർ എന്ന വ്യക്തിയുടെ കേസ് ഫയൽ കണ്ടപ്പോൾ അദ്ദേഹം ഞെട്ടി. ആ കേസ് ഫയലിലെ സാക്ഷികളുടെ കൂട്ടത്തിൽ ഭാസ്കരൻ പിള്ളയുടെയും വർഗീസ് മാത്യുവിൻ്റെയും പേരുകൾ ഉണ്ടായിരുന്നു. മാധവൻ നായരുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ് ഫയലുകൾ SI പ്രതാപൻ ആഴത്തിൽ പരിശോധിച്ചു. 40 വർഷം മുൻപ് നടന്ന സംഭവമായിരുന്നു അത്. മാധവൻ നായർ സമ്പന്നനായ ഒരു കർഷകനായിരുന്നു. എന്നാൽ കാഞ്ഞിരപ്പള്ളിയിലെ ചില സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ചിലരുമായി ശത്രുതയുണ്ടായിരുന്നു. സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ പേജുകൾ പ്രതാപൻ മറിച്ചു. സാക്ഷികളായ ഭാസ്കരൻ പിള്ളയും വർഗീസ് മാത്യുവും ഒരേ മൊഴിയാണ് നൽകിയിരുന്നത്. മാധവൻ നായരെ ഞങ്ങൾ അവസാനമായി കണ്ടത് ഇഷ്ടികക്കളത്തിന് സമീപം ഒരു രാത്രിയിലാണ്. അദ്ദേഹം ആരോടോ സംസാരിക്കുന്നത് കേട്ടു. പിന്നീട് കാണാനില്ല. പ്രതാപന് മനസ്സിലായി, കൊലപാതകി ഈ പഴയ സംഭവങ്ങളുമായി ബന്ധമുള്ള ഒരാളാണ്. ഈ പഴയ സാക്ഷികൾക്ക് എന്തോ രഹസ്യം മറച്ചു വെക്കാനുണ്ടായിരുന്നു. അതേസമയം പോലീസ് സ്റ്റേഷനിലെ പഴയ റെക്കോർഡ് മുറിയിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വിവരം പ്രതാപൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മാധവൻ നായർ തിരോധാനം ചെയ്ത വർഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ കാർത്യായനിയും അവരുടെ ഏക മകനും ഗ്രാമം വിട്ടുപോയിരുന്നു. പിന്നീട് അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. പ്രതാപൻ പഴയ കേസ് ഫയലിനരികിൽ ഒരു കുറിപ്പ് കണ്ടെത്തി. അതെഴുതിയത് അന്നത്തെ CI ആയിരുന്നു. ഈ കേസിന് പിന്നിൽ ഒരു നിഗൂഢതയുണ്ട്.
മാധവൻ നായർ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ഇന്നും ഈ ഗ്രാമത്തിൽ എവിടെയോ ഉണ്ട്. കാത്തിരിപ്പുകാരൻ എന്നൊരാൾ വരും. അയാൾ ന്യായം നടപ്പാക്കും. കാത്തിരിപ്പുകാരൻ. പ്രതാപൻ്റെ മനസ്സിൽ ആ വാക്ക് തറച്ചു നിന്നു. ലതികയുടെ കൊലപാതകം, ഭാസ്കരൻ പിള്ളയുടെ മകൾ. വർഗീസ് മാത്യുവിൻ്റെ കൊലപാതകം, പഴയ സാക്ഷി. ഈ രണ്ട് കൊലപാതകങ്ങളും തമ്മിൽ നല്ല സാമ്യവും ബന്ധവുമുണ്ട്. ഈ രണ്ട് കൊലപാതകങ്ങളും ചെയ്തിരിക്കുന്നത് പഴയ എന്തെങ്കിലും രഹസ്യം പുറത്തു വരാൻ വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടിയോ ആണ്. അതുകൂടാതെ ഇത് രണ്ടും ചെയ്തിരിക്കുന്നത് ഒരാളാണ്. അയാൾക്ക് മണ്ണെണ്ണയുടെയും ഇഷ്ടികക്കളത്തിലെ ചുവന്ന മണ്ണിൻ്റെയും മണമുണ്ട്. പ്രതാപൻ ഉടൻ തന്നെ തൻ്റെ ടീമിന് പുതിയ നിർദ്ദേശം നൽകി. ഭാസ്കരൻ പിള്ളയുടെ വീടിനടുത്ത് താമസിക്കുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, മണ്ണെണ്ണ വിളക്ക് ഉപയോഗിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുക. പ്രതാപൻ്റെ നിർദ്ദേശപ്രകാരം പോലീസ് ടീം ഭാസ്കരൻ പിള്ളയുടെ വീടിൻ്റെ സമീപ പ്രദേശങ്ങളിൽ അന്വേഷണം ശക്തമാക്കി. മിക്ക വീടുകളിലും വൈദ്യുതിയുണ്ടെങ്കിലും ഒറ്റപ്പെട്ടു താമസിക്കുന്ന ചിലർ ഇപ്പോഴും മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലതികയുടെ വീടിന് 3 വീടുകൾക്കപ്പുറമുള്ള ഒരു ഒറ്റമുറി വീട് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ താമസിക്കുന്നത് സരസമ്മ എന്ന പ്രായം ചെന്ന സ്ത്രീയാണ്. അവരുടെ മകൻ ശശി. ശശിക്ക് ഏകദേശം 45 വയസ്സ് പ്രായമുണ്ട്. അയാൾ ഒരു കൂലിപ്പണിക്കാരനാണ്. അയൽക്കാർ നൽകിയ വിവരങ്ങൾ പ്രകാരം ശശി ഒറ്റയ്ക്ക് താമസിക്കുന്നു. അമ്മ സരസമ്മയെ നോക്കുന്നു. അയാൾ ദിവസവും ഇഷ്ടികക്കളത്തിൽ പണിക്കായി പോയിരുന്നു. ചുവന്ന മണ്ണിൻ്റെ ബന്ധം. അവരുടെ വീട്ടിൽ മണ്ണെണ്ണ വിളക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. മണ്ണെണ്ണയുടെ ഗന്ധം. പ്രതാപന് ഒരു സംശയം തോന്നി. അയാൾ പഴയ ഭാസ്കരൻ പിള്ളയുടെ വീടിൻ്റെ പ്ലാൻ പരിശോധിച്ചു. ശശിയുടെ വീടിൻ്റെ അടുക്കള ഭാഗം ഭാസ്കരൻ പിള്ളയുടെ വീടിൻ്റെ പിൻഭാഗവുമായി വളരെ അടുത്തായിരുന്നു. പ്രതാപൻ ശശിയുടെ വീട് റെയ്ഡ് ചെയ്യാൻ ഉത്തരവിട്ടു. പോലീസുകാർ അകത്ത് കടന്നപ്പോൾ സരസമ്മ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവർ ആകെ പരിഭ്രാന്തയായിരുന്നു. പോലീസുകാർ വീടിൻ്റെ ഓരോ മുക്കും മൂലയും അരിച്ചുപെറുക്കി. അടുക്കളയിലെ പഴയ കബോർഡിനടിയിൽ ഒരു തുണിക്കെട്ട് കണ്ടെത്തി. അതിനുള്ളിൽ ഒരു കറുത്ത നൈലോൺ കയറിൻ്റെ തുണ്ട് ഉണ്ടായിരുന്നു. ലതികയെ കഴുത്തു ഞെരിക്കാൻ ഉപയോഗിച്ച കയറിന് സമാനമായത്. അതിലും പ്രധാനമായി അടുക്കളയോട് ചേർന്നുള്ള സ്റ്റോർ റൂമിൽ പീടികയിൽ നിന്നും വാങ്ങുന്നതിന് പകരം വലിയൊരു ടിന്നിൽ മണ്ണെണ്ണ സൂക്ഷിച്ചിരുന്നു. ആ മുറിയിൽ ആ മണം രൂക്ഷമായിരുന്നു. ശശി എവിടെ? പ്രതാപൻ സരസമ്മയോട് കർശനമായി ചോദിച്ചു. സരസമ്മ വിറയ്ക്കുന്ന കൈകളോടെ മറുപടി പറഞ്ഞു. അവൻ ഇന്നലെ രാത്രി മുതൽ വീട്ടിലില്ല സാറേ. ഒരു പഴയ കടം വീട്ടാനായി ദൂരെ എവിടെയോ പോയെന്നാണ് പറഞ്ഞത്. ഈ സമയം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മുറ്റത്തു നിന്നും ഒരു വസ്തുവുമായി പ്രതാപൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, അതൊരു പഴയ ഫോട്ടോ ഫ്രെയിമായിരുന്നു. അതിൽ ഭാസ്കരൻ പിള്ളയുടെ, ശശിയുടെ, മാധവൻ നായരുടെ ഒരുമിച്ചുള്ള പഴയൊരു ഫോട്ടോ. പക്ഷേ ഫോട്ടോയിലെ ശശിയുടെ മുഖം ആരോ മായ്ച്ചു കളഞ്ഞിരുന്നു. ഫോട്ടോ ഫ്രെയിം കണ്ടതോടെ SI പ്രതാപന് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. ഈ കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ പ്രതികാരമാണ്. ശശിക്ക് ഈ 3 ഇരകളുമായും അടുത്ത ബന്ധമുണ്ട്. പ്രതാപൻ ഉടൻ തന്നെ സരസമ്മയെ കൂടുതൽ ചോദ്യം ചെയ്തു. പ്രതാപൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി സരസമ്മ പഴയൊരു രഹസ്യം വെളിപ്പെടുത്തി. സാറേ, എൻ്റെ മോൻ, അവന് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം മാധവൻ നായരെ ആയിരുന്നു. സരസമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അവിടെയാണ് 40 വർഷം മുൻപുള്ള ആ ദുരന്ത കഥയുടെ ചുരുളഴിയുന്നത്. ശശിക്ക് ചെറുപ്പത്തിൽ അച്ഛനില്ലായിരുന്നു. മാധവൻ നായരായിരുന്നു അവന് എല്ലാം. മാധവൻ നായരെ സഹായിച്ചാണ് ശശി ഇഷ്ടികക്കളത്തിൽ പണിക്ക് പോയി തുടങ്ങിയത്. മാധവൻ നായർ സാമ്പത്തികമായി വളർന്നപ്പോൾ ഭാസ്കരൻ പിള്ളയും വർഗീസ് മാത്യുവും അദ്ദേഹത്തോട് അസൂയപ്പെട്ടു. മാധവൻ നായർക്ക് വലിയൊരു തോട്ടം വിൽക്കാനുണ്ടായിരുന്നു. അത് കുറഞ്ഞ വിലയ്ക്ക് സ്വന്തമാക്കാൻ ഇരുവരും ചേർന്ന് ഒരു ചതി ആസൂത്രണം ചെയ്തു. ഒരു രാത്രിയിൽ ഇഷ്ടികക്കളത്തിന് സമീപത്ത് വെച്ച് ഭാസ്കരൻ പിള്ളയും വർഗീസ് മാത്യുവും ചേർന്ന്
മാധവൻ നായരെ മർദ്ദിച്ചു. ഈ രംഗത്തിന് സാക്ഷിയായ ഒരേ ഒരാൾ ചെറിയ കുട്ടിയായിരുന്ന ശശിയായിരുന്നു. അവർ മാധവൻ നായരെ കൊന്ന് ശരീരം ഇഷ്ടികക്കളത്തിലെ കുന്നിടിച്ചു ചുവന്ന മണ്ണിൽ ആഴത്തിൽ കുഴിച്ചിട്ടു. പിന്നീട് സാക്ഷികളായ ഭാസ്കരൻ പിള്ളയും വർഗീസ് മാത്യുവും പോലീസിന് കള്ളമൊഴി നൽകി. മാധവൻ നായർ നാടുവിട്ടെന്ന് വരുത്തി തീർത്തു. ഭാസ്കരൻ പിള്ളയുടെയും വർഗീസ് മാത്യുവിൻ്റെയും കയ്യിൽ നിന്നും അടിയേറ്റ മാധവൻ നായരെ മരണം ഉറപ്പാക്കാൻ വേണ്ടി കഴുത്ത് ഞെരിച്ചത് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ച് രാത്രിയിൽ പണിക്ക് പോയിരുന്ന ശശിയായിരുന്നു. കുട്ടിക്കാലത്തെ ആ മർദ്ദനത്തിൻ്റെ ആഘാതത്തിൽ മാധവൻ നായർ മരിച്ചെന്ന് കരുതി. ആ കാഴ്ച കണ്ട് പേടിച്ച ശശി കൂട്ടുകാരുമായി ചേർന്ന് കയർ ഉപയോഗിച്ച് കഴുത്ത് ഞെരിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ പേടി കൊണ്ട് ചെയ്തതോ എന്ന് സരസമ്മയ്ക്ക് വ്യക്തമായി അറിയില്ല. മണ്ണെണ്ണയുടെ മണം, ചുവന്ന മണ്ണ്, കയർ, എല്ലാ തെളിവുകളും ശശിയിലേക്ക് വിരൽ ചൂണ്ടി. പ്രതികാരത്തിൻ്റെ ആദ്യ ഇര ഭാസ്കരൻ പിള്ളയുടെ മകൾ ലതിക. ഭാസ്കരൻ പിള്ളയുടെ മരണം പ്രകൃതിപരമായിരുന്നെങ്കിലും അയാളുടെ മകളെ കൊന്നുകൊണ്ട് താൻ നേരിട്ട ദുരന്തം ശശി അയാളുടെ കുടുംബത്തിന് സമ്മാനിച്ചു. ഭാസ്കരൻ പിള്ളയുടെ പ്രേതം കസേരയിലിരിക്കുന്നു എന്ന അനഘയുടെ മൊഴി ശശി തന്നെയാണ് ഭാസ്കരൻ പിള്ളയുടെ വേഷം കെട്ടിയതെന്നോ അല്ലെങ്കിൽ ഒരു ഭ്രാന്തമായ ചിന്തയായിരുന്നെന്നോ പ്രതാപൻ ഊഹിച്ചു. രണ്ടാമത്തെ ഇര വർഗീസ് മാത്യു. ശശി താൻ പ്രതികാരം ചെയ്യുന്ന വിവരം വർഗീസ് മുന്നറിയിപ്പായി നൽകി. വർഗീസിൻ്റെ കയ്യിൽ നിന്നും കിട്ടിയ പഴയ പത്രക്കടലാസ് ഈ രഹസ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ശശി എവിടെ? സരസമ്മയുടെ കണ്ണുകൾ വിദൂരതയിലേക്ക് നോക്കി. മാധവൻ നായരുടെ മകനായ രാഘവൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ 40 വർഷം മുൻപ് ഈ ഗ്രാമം വിട്ടുപോയി. അവരിപ്പോൾ എവിടെയാണെന്നറിയാൻ ശശി പോയതാകാം. ശശിയുടെ വീട്ടിൽ നടന്ന തിരച്ചിലിനിടയിൽ പോലീസിന് അയാളുടെ മുറിയിൽ നിന്ന് ഒരു പഴയ തുകൽ ബാഗ് കിട്ടി. അതിൽ പല സ്ഥലങ്ങളിലേക്കുമുള്ള പഴയ ട്രെയിൻ ടിക്കറ്റുകളും കുറച്ച് പണവും പിന്നെ ഒരു പഴയ നോട്ട് പുസ്തകവും ഉണ്ടായിരുന്നു. നോട്ട് പുസ്തകത്തിൻ്റെ താളുകൾ പ്രതാപൻ മറിച്ചു. അത് ശശിയുടെ ഡയറിയായിരുന്നു. അതിലെ അവസാന പേജുകളിലെ എഴുത്ത് വളരെ ഭ്രാന്തവും അക്ഷരങ്ങൾ കൂട്ടിക്കുഴഞ്ഞതുമായിരുന്നു. 2 പേർ ഒടുങ്ങി. ഇനി ഒരു കണക്ക് കൂടി ബാക്കിയുണ്ട്. കാത്തിരിപ്പുകാരൻ ഒടുവിൽ വിജയിക്കും. രാഘവൻ്റെ മകൻ. അവൻ ഈ രഹസ്യം അറിയണം. അവനാണ് അടുത്തത്. എനിക്ക് അവനെ കാണണം. പ്രതാപന് ഒരു കാര്യം മനസ്സിലായി. ശശി ഈ പ്രതികാര ചക്രത്തിൻ്റെ അവസാന കണ്ണി തേടുകയാണ്. അത് മാധവൻ നായരുടെ കൊച്ചുമകനാണ്. ശശിയുടെ ഡയറിയിലെ ആദ്യ പേജുകളിൽ നിന്ന് പ്രതാപന് ഒരു തുമ്പ് കിട്ടി. മാധവൻ നായരുടെ ഭാര്യ കാർത്യായനി ഗ്രാമം വിട്ടുപോയ ശേഷം തൃശ്ശൂരിനടുത്ത് ഒരു കുഗ്രാമത്തിലാണെന്നും രാഘവൻ്റെ മകന് അവർ പേരിട്ടത് വിജയൻ എന്നാണെന്നും ശശി രേഖപ്പെടുത്തിയിരുന്നു. ശശി ഒരു കൊലപാതകിയാണെങ്കിലും മാധവൻ നായരോടുള്ള അവൻ്റെ സ്നേഹമായിരുന്നു ഈ പ്രതികാരത്തിന് പിന്നിലെ പ്രധാന കാരണം. മാധവൻ നായരുടെ മരണം മറച്ചുവെച്ചവരുടെ കുടുംബങ്ങളെ ശിക്ഷിച്ച ശേഷം ശശിക്ക് തൻ്റെ പഴയ കൂട്ടുകാരൻ്റെ പിന്തുടർച്ചക്കാരെ കണ്ടെത്തി സത്യം അവരെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു. പ്രതാപൻ ഉടൻ തന്നെ തൃശ്ശൂർ ജില്ലയിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ വയർലെസ് സന്ദേശം അയച്ചു. അതേസമയം തൃശ്ശൂരിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ ഒരു ചെറിയ സർക്കാർ ഓഫീസിൽ ക്ലർക്കായി ജോലി ചെയ്യുന്ന വിജയൻ, മാധവൻ നായരുടെ കൊച്ചുമകൻ, ഒരു വിചിത്രമായ അതിഥിയെ കണ്ടുമുട്ടി. ഷർട്ടും മുണ്ടും ധരിച്ച് കയ്യിൽ ഒരു പഴകിയ സഞ്ചിയുമായി ഒരാൾ അയാളെ അന്വേഷിച്ച് ഓഫീസിലെത്തി. അയാളുടെ കണ്ണുകളിൽ ഭ്രാന്തമായ ഒരഗ്നി എരിയുന്നുണ്ടായിരുന്നു. അയാളിൽ നിന്ന് മണ്ണെണ്ണയുടെ നേരിയ ഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. വിജയ, നിന്റെ അപ്പൂപ്പൻ മാധവൻ നായർ, അദ്ദേഹത്തെ കൊന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? ശശി വിജയൻ്റെ കസേരയ്ക്ക് നേരെ അലറി. തൃശ്ശൂരിലെ ഓഫീസിൽ ശശി വിജയൻ്റെ മുന്നിൽ നിന്നു. വർഷങ്ങളായി മനസ്സിൽ കൊണ്ടുനടന്ന പകയും രഹസ്യങ്ങളും അവൻ വിജയനോട് വിളിച്ചു പറഞ്ഞു. മാധവൻ നായർ എങ്ങനെ കൊല്ലപ്പെട്ടു? ആരാണ് കൊലപാതകത്തിന് സാക്ഷിയായത്? എങ്ങനെയാണ് ഭാസ്കരൻ പിള്ളയും വർഗീസ് മാത്യുവും ഈ രഹസ്യം മറച്ചുവെച്ചത് എന്നെല്ലാം അവൻ വെളിപ്പെടുത്തി. ശശി ഒരു കൊലപാതകിയാണെങ്കിലും
അവൻ്റെ ലക്ഷ്യം നീതി നടപ്പാക്കുക എന്നതായിരുന്നു. ഞാൻ എൻ്റെ കടം വീട്ടി വിജയ. അവർ നിന്റെ അപ്പൂപ്പനെ ചതിച്ചവരാണ്. അവരിപ്പോൾ ഇല്ല. ഇനി നിനക്ക് സത്യമറിയാം, ശശി കിതച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ കയ്യിൽ ഒരു പഴയ കത്തി തിളങ്ങി. ഈ സമയം SI പ്രതാപൻ വയർലെസ് സന്ദേശങ്ങളെ പിന്തുടർന്ന് വിജയൻ്റെ ഓഫീസിലേക്ക് പാഞ്ഞെത്തി. കെട്ടിടത്തിൻ്റെ പുറത്ത് പോലീസുകാർ നിലയുറപ്പിച്ചു. പ്രതാപൻ കതക് തള്ളിത്തുറന്ന് അകത്ത് കടന്നു. ശശി, ആയുധം താഴെയിടുക. ശശി വിജയനെ നോക്കി. ഇതാണ് സത്യം. നീ ഇതിനെക്കുറിച്ച് അറിയണം, അവൻ വിളിച്ചു പറഞ്ഞു. ശശി പ്രതാപനെ കണ്ടപ്പോൾ പരിഭ്രാന്തനായില്ല. പകരം അവൻ്റെ മുഖത്ത് ഒരു തരം സമാധാനം ദൃശ്യമായിരുന്നു. പ്രതികാരത്തിൻ്റെ ഭാരം ഒഴിഞ്ഞതുപോലെ. പ്രതാപ, ഈ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനെ ചതിച്ചവർ ശിക്ഷിക്കപ്പെട്ടു. എനിക്ക് മറ്റൊന്നും പറയാനില്ല, ശശി പറഞ്ഞു. അവൻ വിജയന് മുന്നിൽ മുട്ടുകുത്തി. നിന്റെ അപ്പൂപ്പൻ, അദ്ദേഹത്തെ ചതിച്ചത് ഞാനും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിയായിരുന്ന ഞാൻ ഭയം കാരണം മാധവൻ നായരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരുമായി ചേർന്ന് അദ്ദേഹത്തെ ഞെരിച്ചു കൊന്നു. ഞാനാണ് ഈ കഥയിലെ കാത്തിരിപ്പുകാരൻ. വിജയൻ ഭയത്തിലും ദുഃഖത്തിലും തളർന്നു നിന്നു. ശശി പെട്ടെന്ന് കയ്യിലുള്ള കത്തി സ്വന്തം വയറ്റിലേക്ക് ആഴ്ത്തി. പോലീസുകാർ ഓടിച്ചെന്ന് അവനെ പിടിക്കുമ്പോഴേക്കും ചോര ചീന്തിയിരുന്നു. തൃശ്ശൂരിലെ ഓഫീസിൽ നടന്ന നാടകീയ രംഗത്തിന് ശേഷം ഗുരുതരമായി പരിക്കേറ്റ ശശിയെ പോലീസ് കസ്റ്റഡിയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിജയന് തൻ്റെ കുടുംബത്തിൽ 40 വർഷം മുമ്പ് പഴക്കമുള്ള ദുരന്ത കഥ കേട്ട് ആകെ തകർന്നു പോയിരുന്നു. SI പ്രതാപൻ കാഞ്ഞിരപ്പള്ളിയിലേക്ക് തിരികെ എത്തി. ശശി പ്രതികാരം പൂർത്തിയാക്കിയ കാത്തിരിപ്പുകാരൻ ആണെന്ന് പ്രതാപൻ പോലീസ് അധികാരികളെ അറിയിച്ചു. വിജയൻ കാഞ്ഞിരപ്പള്ളിയിലെത്തി. ഇഷ്ടികക്കളത്തിലെ കുന്നിടിച്ച ചുവന്ന മണ്ണിൽ തൻ്റെ അപ്പൂപ്പൻ മാധവൻ നായരെ കൊന്ന് കുഴിച്ചുമൂടിയ സ്ഥലത്ത് പോലീസിൻ്റെ സഹായത്തോടെ തിരച്ചിൽ നടത്തി. അവിടെ നിന്നും മാധവൻ നായരുടെ ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി. വർഷങ്ങൾ പഴക്കമുള്ള ആ തിരോധാന രഹസ്യത്തിന് അതോടെ അന്ത്യമായി. ആശുപത്രിയിൽ ശശി മരിക്കുന്നതിനു മുൻപ് SI പ്രതാപനോട് അവസാനമായി ഒരു സത്യം വെളിപ്പെടുത്തി. പ്രതാപ, അനഘ കണ്ട ആ കാഴ്ച, അത് എൻ്റെ മനസ്സിലെ ഭ്രാന്തായിരുന്നു. ഞാൻ തന്നെയാണ് ഭാസ്കരൻ പിള്ളയുടെ വേഷത്തിൽ ആ കസേരയിലിരുന്ന് റേഡിയോ വെച്ചത്. ഞാൻ ആ വീട്ടിൽ ചില പഴയ പത്രങ്ങൾ തിരയുന്നതിനിടയിലാണ് അനഘ ദൂരെ നിന്ന് വരുന്നത് കണ്ടത്. അവളെ ഒന്ന് ഭയപ്പെടുത്തണമെന്നേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ശശി പറഞ്ഞത് കേട്ട് പ്രതാപൻ ഞെട്ടി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കായൽക്കരയിൽ പതിവ് പോലെ ശാന്തത തിരികെ എത്തി. പക്ഷേ ഗ്രാമത്തിലെ ആളുകളുടെ മനസ്സിൽ കാത്തിരിപ്പുകാരൻ്റെ കഥ ഒരു പേടി സ്വപ്നമായി അവശേഷിച്ചു. അനഘ ട്യൂഷന് പോകുമ്പോൾ കായൽക്കരയിലെ തണുത്ത കാറ്റിന് ഇപ്പോൾ മറ്റൊരു ഗന്ധം കൂടി ഉണ്ടായിരുന്നു. മണ്ണെണ്ണയുടെയും ചോരയുടെയും ഗന്ധം. ഒടുവിൽ SI പ്രതാപൻ കേസ് ഫയൽ അടച്ചു വെച്ചു. പേജിൻ്റെ മുകളിൽ ഇങ്ങനെ കുറിച്ചിരുന്നു: കാഞ്ഞിരപ്പള്ളി സീരിയൽ കൊലപാതകങ്ങൾ. പ്രതികാരം പൂർത്തിയാക്കി പ്രതി ആത്മഹത്യ ചെയ്തു. കേസ് ക്ലോസ്ഡ്.